ഈ കൊലപാതകം നടന്നതിൻ്റെ നടുക്കം ഈ പ്രദേശത്ത് എല്ലാവർക്കുമുണ്ട്. പലർക്കും ഇത് മനസ്സുകൊണ്ട് ഇത് വാർത്ത അറിയുമ്പോൾ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അഫ്വാനുമായൊക്കെ തന്നെ വർഷങ്ങളായി പരിചയമുള്ള നിരവധി അതേ പ്രായത്തിലുള്ള കുട്ടികളടക്കം ഈ കേസുമായി ബന്ധപ്പെട്ട് വലിയ നടുക്കത്തിലുണ്ട്. ഇപ്പോൾ തന്നെ അഫ്വാൻ മുമ്പ് ഇവിടെ താമസിക്കുന്ന ഈ പ്രദേശത്തിന് അടുത്ത് താമസിച്ചിരുന്ന ഒരു കുട്ടി കൂടി നമുക്കിപ്പോൾ ചേരുന്നുണ്ട്. അഫ്വാനെയൊക്കെ തന്നെ ചെറുപ്പത്തിൽ ഒന്നിച്ച് കളിച്ച് വളർന്നതാണ്. ഈ അഫ്വാനെക്കുറിച്ച് അപ്പോഴേ നേരത്തെ നല്ല പരിചയമുള്ള ആളല്ലേ? അഫാൻ കാക്ക കണ്ടാൽ സംസാരിക്കും, മിണ്ടും, ചിരിക്കും, അങ്ങനെ. പിന്നെ അനിയനുമായിട്ട് നല്ല ബന്ധമുണ്ട്. കാരണം എൻ്റെ വീട് ഇവിടെയായിരുന്നു. അപ്പം കളിക്കാനൊക്കെ വരും, സൈക്കിൾ ഓട്ടാൻ വരും, കണ്ടാൽ ചിരിക്കും. പിന്നെ ട്യൂഷൻ ഒരുമിച്ചായിരുന്നു. ഒരേ ക്ലാസ്സിലല്ലെങ്കിലും നമ്മൾ ട്യൂഷനിൽ നല്ല ഇതായിരുന്നു. എപ്പോഴും കണ്ടാൽ ചിരിച്ചുകൊണ്ടിരിക്കും. അവനെ എന്തെങ്കിലും കളിയാക്കി അവൻ ചിരിച്ചുകൊണ്ടിരിക്കും. അനിയൻ ചെറുക്കാൻ. അപ്പം ഇന്നസെന്റ് ആയിരുന്നു സംഭവം. ആള് അനുജൻ അല്ലേ? അനുജൻ ഈ മരണത്തിന് മുമ്പ് ഈ കഴിഞ്ഞ ദിവസം സംഭവം നടക്കുന്നത് ഞാൻ മെനങ്ങാന്ന് കൂടെ കണ്ടതാണ് അവനെ. മൂത്തയാള് നമ്മൾ കൊലപാതകം നടത്തിയ അഫ്വാൻ മെനങ്ങാന്ന് കണ്ടു. മൂന്നയാളെ ഞാൻ മെനങ്ങാന്ന് കണ്ടു. കൊല നടക്കണേന് ഈ അഫ്വാൻ അങ്ങനെ നല്ല ബന്ധമില്ല. കണ്ടാൻ മിണ്ടും, അമ്മാവ് പറഞ്ഞ കണക്ക് വിഷ് ചെയ്യും, അത്ര തന്നെ. അപ്പൊ അനിയനുമായിട്ട് നല്ല അഫ്സാനുമായിട്ടാണ് നല്ല ബന്ധമുള്ളതല്ലേ? അഫ്സാനെ എത്ര പ്രായം മുതൽ അറിയാം? ഞാൻ ഇവിടെ വന്നപ്പം 6 വയസ്സ് പ്രായം. നമ്മള് എല്ലാരും കളിക്കാനൊക്കെ സൈക്കിളൊക്കെ ചവിട്ടാൻ വരും. ഇതുവഴി തന്നെ സൈക്കിളൊക്കെ ചവിട്ടി കൊണ്ടുപോകണം. ജ്യേഷ്ഠനും അനുജനുമായിട്ട് നല്ല ബന്ധമായിരുന്നു നിങ്ങളുടെ ശ്രദ്ധയിൽ? നല്ല ബന്ധമായിരുന്നു. ഇവര് തമ്മിലുള്ള വഴക്കോ ഇല്ല, ഒന്നുമില്ല. നമ്മളെ ശ്രദ്ധയിൽ അങ്ങനെ പെട്ടിട്ടില്ല. ഒന്നുമില്ല. ഈ അഫ്സാൻ അങ്ങനെ ഒന്നും നമ്മളോട്ട് ഇത്തരം കുടുംബകാര്യങ്ങൾ വീട്ടുകാര്യങ്ങൾ അങ്ങനെ അത്ര ക്ലോസ് ആയിട്ടുള്ള അടുപ്പമില്ല. ഇത് കൂട്ടുകാർ തമ്മിൽ എന്തെങ്കിലും സംസാരിക്കും, അത് സംസാരിക്കും. കൊച്ച് അനിയൻ ഈ അനുജൻ ഈ വീട്ടിൽ നടന്ന അക്രമം അങ്ങനെ എന്ത് സംഭവങ്ങൾ നമ്മളോട് ഇതുവരെ പറയും? നമ്മള് കളിക്കാൻ പറഞ്ഞപ്പോ നമ്മള് അങ്ങനെ കളിച്ച്. സാധാരണ ഇവിടെ അടുത്താണ്, ഗ്രൗണ്ടിലാണ് കളിക്കുന്നത്? അല്ലേ, ഇവിടെ. ഇപ്പൊ ഞാൻ 8 വർഷമായി വീട് മാറിയിട്ട്. അപ്പൊ ആ 8 വർഷം മുമ്പത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോഴും നല്ല ബന്ധമുണ്ട്. ഇപ്പോഴും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കാണുകയൊക്കെ ചെയ്യും. ഒരു വർഷം മുമ്പ് ഇവിടെ ഈ വീട്ടില് ഇതുണ്ടായിരുന്നു, ട്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പൊ താത്ത ട്യൂഷനൊക്കെ എടുക്കും, അവിടെ പഠിക്കാനൊക്കെ വരുമായിരുന്നു. ട്യൂഷൻ നിങ്ങൾ ഒന്നിച്ചാ പഠിച്ചിരുന്നേ? ഞാൻ ഇപ്പൊ +2, അവൻ 7 പഠിച്ചോണ്ടിരുന്നപ്പോ അവൻ അവിടെ വരും, പഠിക്കും അങ്ങനെ. പക്ഷെ ഇത് പെട്ടെന്ന് അറിഞ്ഞപ്പോൾ ഞെട്ടിപ്പോയോ? എനിക്ക് +2 പരീക്ഷ 3-ാം തീയതിയാണ്. അപ്പം എനിക്ക് ഇവിടത്തെ ഒരു വീട്ടിൽ എല്ലാം പറഞ്ഞ് സെറ്റാക്കി വെച്ചിട്ട് ട്യൂഷന് പോയിരുന്നു. അപ്പം ഇവിടെ വന്നപ്പോൾ ബുക്കും എല്ലാ സാധനമായിട്ട് ഇവിടെ വന്നപ്പോൾ ഇവിടെ ആൾക്കാരും കൂടി നിൽക്കണം, പോലീസൊക്കെ വന്നു. അപ്പം ഞാൻ വിചാരിച്ചു വേറെ അല്ലെങ്കിൽ വല്ല വണ്ടി അങ്ങനെ മറിഞ്ഞായിരിക്കും എന്ന് വിചാരിച്ച്. പക്ഷേ ഈ ആൾക്കാരുടെ അടുത്ത് ചോദിച്ചപ്പോഴും എനിക്ക് ഒന്നും മനസ്സിലാവണില്ല സത്യം പറഞ്ഞാൽ. ഇത് നടക്കുമെന്ന് അറിഞ്ഞൂടാ. പിന്നെ നമ്മളെ ഒപ്പം തന്നെ കളിച്ച് അത്രയേറെ പരിചയം ഉണ്ടായിരുന്ന ഒരേ ട്യൂഷൻ ക്ലാസ്സിലൊക്കെ കൊണ്ട് പഠിച്ചൊരു കുട്ടി അത് ജ്യേഷ്ഠൻ തന്നെ കൊലപ്പെടുത്തുമെന്ന് അറിഞ്ഞപ്പോൾ ഒരു ഞെട്ടൽ. ഇത് ന്യൂസിലും സിനിമയിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളൂ, പിന്നെ അറിയാൻ വയ്യ. മോന്റെ പേരെന്താ? യാസിൻ.